ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ സത്തെന്നും അസത്തെന്നും രണ്ട് പ്രതിഭാസങ്ങളുണ്ട്. സത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന ആ പരമചൈതന്യത്തിനാണ് സത്ത് എന്ന് പറയുന്നത്. ആ സത്തിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ്, ആ സത്തിൻ്റെ ചലനം കൊണ്ട് രൂപാന്തരപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാറായി തീർന്ന വസ്തുക്കളെയാണ് അസത്ത് എന്ന് പറയുന്നത്. അസത്ത് എന്ന് പറയുന്ന വസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നതാണ്. അതിന് തന്നെയാണ് പരിണാമം എന്ന് പറയുന്നത്. സത്ത് എന്നുമുള്ളത്, എന്നാൽ ഈ സത്തും അസത്തും തമ്മിൽ എപ്പോഴും പരസ്പര ബന്ധമുണ്ട്. അസത്തിന് നിലനിൽക്കണമെങ്കിൽ സത്തിൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയൂ. അതാണിവിടെ പറയുന്നത്. അസത്തിൻ്റെ എപ്പോഴും ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. ഓതവും ബോധവുമാണിവീരെല്ലാം ഓരോ അണുവിലും ഛേദനസ്പന്ദം. ദേഹത്തിനാധാരം എന്തെന്നറിഞ്ഞാൽ ഈ ശരീരത്തിന് ആധാരമായിരിക്കുന്നത് എന്താ? സത്തായിരിക്കുന്ന പരമചൈതന്യമാണ്. അതുതന്നെയാണ് ലോകത്തിന് ആധാരമായിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി ഏതോ അതാണ് ഈ ദേഹത്തെയും നിലനിർത്തുന്നത്. ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഈ ദേഹത്തിന് അവലംബമായിരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ ദേഹം എന്ന ഒരു വസ്തുത ഇല്ലാത്തതാണ്. മത്സ്യത്തിന് വെള്ളം അവലംബമായിരിക്കുന്നത് പോലെ ആ സത്താണ് ഈ ദേഹത്തിന് അവലംബം. എന്നാൽ ആ സത്തിനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല. ആ സത്ത് തന്നെ രൂപാന്തരപ്പെട്ടാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്നവയായി തീർന്നത്. ഉദാഹരണമായിട്ട് നീരാവി നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അത് തണുത്ത് ഘനീഭവിച്ച് തണുക്കുമ്പോൾ ജലമായും ജലം തണുത്ത് ഐസായും മാറുന്നു. എന്നാൽ ജലത്തിനും എപ്പോഴും നിലനിൽപ്പില്ല, ഐസിനും എപ്പോഴും നിലനിൽപ്പില്ല. അവയ്ക്കെപ്പോഴും രൂപാന്തരം വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന വസ്തുവിനെയാണ് അസത്ത് എന്ന് പറയുന്നത്. ഈ അസത്തും സത്തും പരസ്പരം കൂടിച്ചേർന്നാണ് ഇവിടെ ഈ വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശബ്ദം എന്ന ഒരു വിഷയം, ആ ശബ്ദം എന്ന വിഷയം ഉണ്ടായത് ചെവി എന്ന ഉപകരണത്തിൽ കൂടിയാണ്. ശബ്ദത്തെ അറിയാനുള്ള ഉപകരണമാണ് ചെവി. രൂപത്തെ അറിയാനുള്ള ഉപകരണമാണ് കണ്ണ്. ആ രൂപവും കണ്ണും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഇവ ഒരേ ശക്തിയിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ്. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആ ശക്തി ചൈതന്യമാണ്, ആ സത്താണ്. അതിനെ നമുക്കൊരു തരത്തിലും അറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നാം അറിയപ്പെടുന്ന ഈ വസ്തുക്കൾ ഭ്രമിക്കുന്നത് കൊണ്ട് നാം ഇതിനാധാരമായതിനെ അറിയുന്നേയില്ല. ഇത് മാത്രമാണ് സത്യം എന്നും ഭ്രമിച്ചിരിക്കുന്നു. അതാണിവിടെ പറയുന്നത്. ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. ഓതവും ബ്രോതവുമാണിവീരെല്ലാം ഓരോ അണുവിലും ഛേദനസ്പന്ദം. ഓതവും പ്രോതവും പോലെ ഒരു വസ്ത്രത്തിൽ വീടും പാവുമുണ്ട്. വിലങ്ങനെ കുറേ നൂലുകൾ വെച്ച് കുത്തനെ കുറേ നൂലുകളും ഓടിക്കുമ്പോഴാണ് ഒരു വസ്ത്രം എന്ന ഒന്നുണ്ടാകുന്നത്. അതാണ് ഓതവും പ്രോതവും. അതുപോലെ സത്തും അസത്തും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നത്.
അവ പരസ്പരം അഭേദ്യമാണ്. അത് രണ്ടിനെയും വേർതിരിച്ച് നിർത്താൻ സാധിക്കുന്നതല്ല. ഈ അസത് പദാർത്ഥങ്ങളിൽ നിന്നും സത്പദാർത്ഥത്തെ വേർപെടുത്തിയാൽ അസത് പദാർത്ഥം പരിണമിച്ച് വീണ്ടും അത് ഇന്ദ്രിയഗോചരം അല്ലാതായിത്തീരുന്നു. അതിനാണ് നാം മരണം എന്ന് പറയുന്നത്. സത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ സർവ വസ്തുക്കളും നാശത്തിന് വിധേയമാകുന്നു. അതുപോലെ നമ്മുടെ ഈ ശരീരവും അസത് പദാർത്ഥങ്ങളാണ്. ഇതിൽ കാണപ്പെടുന്ന ഇവയെല്ലാം തന്നെ അവ ജഡവുമാണ്. അവയ്ക്ക് സൃഷ്ടിക്കണമെങ്കിൽ ഇതിൽ സത്ത് വേണം. ആ സത്തിനെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തെ നിലനിർത്തുന്ന ശക്തി വിശേഷവും ഈ ഉപകരണത്തെ പ്രവർത്തിച്ച് ഞാനെന്ന തോന്നലുണ്ടാക്കുന്നതും അത് തന്നെയാണ്. ഇതിൽ ഞാൻ എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. അത് ഉടനെ ദേഹത്തോടൊട്ടി നിൽക്കുന്നു. ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് സംബോധന ചെയ്യുന്നു. ദേഹത്തിനാണ് ഒരു രൂപമുണ്ട്, അതിനൊരു നാമമുണ്ട്. എന്നാൽ നാമരൂപത്തിനും അതീതമായിരിക്കുന്ന സത്പദാർത്ഥത്തെ നാം ബോധിക്കണം. അതാണ് നമുക്ക് കഴിയില്ല. കാണുമ്പോൾ ആത്മസ്വരൂപത്തിന് ആണും പെണ്ണും അല്ല നമ്മളാരും. നമ്മളിപ്പോൾ ആണെന്നും പെണ്ണെന്നും ദേഹതലത്തിൽ വ്യവഹരിക്കുന്നുവെങ്കിലും നാം ആണുമല്ല പെണ്ണുമല്ല. ഈ ആണിനും പെണ്ണിനും അതീതമായിരിക്കുന്ന ചൈതന്യ ശക്തി വിശേഷമാണ് നാം ഓരോരുത്തരും. അത് ആനന്ദസ്വരൂപിയാണ്. ആ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ദേഹമാകുന്ന ഉപാധി തന്നിരിക്കുന്നത്. ഈ ഉപാധിയിൽ ഇരുന്നു കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ ദേഹത്തിനാധാരമെന്തെന്നറിഞ്ഞാൽ ലോകത്തിനാധാരമെന്തെന്നറിയാം. ബോധവും ബോധവുമാണ് വീടെല്ലാം, ഓരോ അണുവിലും ചേതനസ്പന്ദം.